നമസ്കാരം. വോട്ട് വണ്ടിയിലേക്ക് സ്വാഗതം. തെക്ക് നിന്നും വടക്കു നിന്നുമുള്ള വോട്ട് വണ്ടികൾ നാളെ തൃശ്ശൂരിൽ സമാഗമം നടക്കും. അതിനു മുന്നോടിയായി തെക്ക് നിന്നുള്ള വോട്ട് വണ്ടിയുടെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എറണാകുളം മണ്ഡലത്തിലാണ് ഇന്ന് തെക്കൻ വോട്ട് വണ്ടി പര്യടനം നടത്തിയത്. എറണാകുളം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിരുന്നു. പോളിംഗ് ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് സാധാരണ പോളിംഗ് ശതമാനം കുറഞ്ഞ നിലയിലാണ് എറണാകുളം മണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. വോട്ടർമാർക്ക് രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോടോ ഉള്ള ഒരു താല്പര്യക്കുറവ് ആണോ എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ സംശയിച്ചിട്ടുണ്ട്. ഏതായാലും എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയപ്പോൾ വികസന പ്രശ്നങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളും ഒക്കെ വോട്ടർമാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ രണ്ടുപേർ എത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ കൊച്ചിയിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എത്തുന്ന പരിപാടി തൊട്ടടുത്ത് തന്നെ നടക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് അവർക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ജനങ്ങളോട് തന്നെ ചോദിക്കാം, ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നാണ് ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ താങ്കൾ കരുതുന്നത്? എറണാകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി പ്രൊഫസർ കെ.വി. തോമസിൻ്റെ ആണ് നമ്മളുടെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ കെ.വി. തോമസാണ് നമ്മുടെ ഇവിടെ നിന്നും വിജയിച്ചു പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എറണാകുളം മണ്ഡലത്തിലുള്ള ഒരുമാതിരി എല്ലാ ജനങ്ങൾക്കും വളരെ അറിയാവുന്നതാണ്. ഇന്ത്യക്ക് തന്നെ വളരെയധികം അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ ബില്ലിൽ ഉൾപ്പെടെ ബില്ല് നടപ്പാക്കുക വഴി ലോകത്തിൻ്റെ മുൻപിൽ തന്നെ പ്രൊഫസർ കെ.വി. തോമസിൻ്റെ പ്രവർത്തനം വളരെയധികം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വികസനം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? പ്രവർത്തനങ്ങൾ മാത്രമല്ല, കേന്ദ്രത്തിൽ UPA-യുടെ ഒരു സ്ഥിരമായ ഭരണസംഹിത ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രൊഫസർ കെ.വി. തോമസിൻ്റെ നമുക്കിവിടെ പ്രൊഫസർ കെ.വി. തോമസിനെ ഇവിടെ നിന്നും ജയിപ്പിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷമായിരിക്കുന്നു. ഓക്കെ, പ്രൊഫസർ കെ.വി. തോമസിന്റെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനം എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ വേറെ ആരെങ്കിലും ഉണ്ടോ? താങ്കൾക്ക് എന്താ പറയാനുള്ള ഇക്കാര്യത്തിൽ? ഇവിടുത്തെ മറ്റു പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലേ? പ്രൊഫസർ കെ.വി. തോമസ് ഈ പ്രാവശ്യം പരാജയപ്പെടും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ വികസനം പറയൽ മാത്രമേ ഉള്ളൂ, വികസനമൊന്നും നമ്മുടെ ഈ നാട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണി വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്ത് തരത്തിലുള്ള വികസനം, എന്ത് ആവശ്യങ്ങളാണ് ഇവിടെ എറണാകുളത്തുകാർക്കുള്ളത്? എറണാകുളത്തുകാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരാവശ്യം ഇന്ന് വന്നിട്ടുള്ള ഒരു MP-മാരും ചെയ്തിട്ടില്ല. വരാൻ പോകുന്ന MP ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഈ പ്രാവശ്യത്തെ നമ്മുടെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾ അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ട് വിധി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നത്. പറഞ്ഞോ. ബഹുമാനപ്പെട്ട കെ.വി. തോമസ് ഇവിടെ പരാജയപ്പെടണം എന്നാണ് ഞങ്ങളെല്ലാവരുടെ അഭിപ്രായം. അദ്ദേഹം കൊണ്ടുവന്ന വികസനം എന്താണെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് തന്നെ ചൂണ്ടിക്കാട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാരണം മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന ചേരി പ്രദേശത്ത് ചെന്ന് നോക്കിയാൽ ഈ ഓട്ടുവണ്ടിക്ക് തന്നെ വ്യക്തമാവും അവിടുത്തെ വികസനം എന്താണെന്ന്. ഒരുപാട് വികസന മേഖല എന്ന് പറയുന്നത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് വല്ലാർവടമാണ്. വല്ലാർവടം വികസനം വന്നതോടുകൂടി തന്നെ ആളുകളെ തൊഴിൽ നഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഒരുപാട് വയ്യോര കച്ചവടക്കാരുണ്ട്. ഒരേ വികസനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവരെ കുടിയൊഴിപ്പിക്കും. ഈ ഫോർട്ട് കൊച്ചി കടപ്പുറത്തിൻ്റെ പൈതൃകം തന്നെ നിലനിർത്തുന്നത് വയ്യോര കച്ചവടക്കാരാണ്. അവരെ മാസം അല്ലെങ്കിൽ 2 മാസം എല്ലാം കൂടുമ്പോൾ പിന്നെ വികസനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും എല്ലാം ചെയ്യും. അതുകൊണ്ട് ഈ പ്രാവശ്യം ബുദ്ധിയുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യണമെന്നാണ്. ഓക്കെ, താങ്കൾക്ക് എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്? ഇരുമുന്നണികളും ഇവിടെ മാറി മാറി അധികാരത്തിൽ വന്നിട്ടും ഈ അടിസ്ഥാന വികസനം ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ വന്നത് മെട്രോ, LNG ഇങ്ങനെയുള്ള വികസനങ്ങളാണ്. അടിസ്ഥാന പ്രശ്നങ്ങളായ കുടിവെള്ളം, മാലിന്യം, ഈ വക വിഷയങ്ങളിലൊന്നും കാര്യമായി ഇരു മുന്നണികളും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പുതിയതായിട്ട് വന്ന ആം ആദ്മി പോലുള്ള പ്രസ്ഥാനങ്ങളും മറ്റുള്ള പ്രസ്ഥാനങ്ങളും ഇവിടെ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആം ആദ്മി എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിൻ്റെ ചില ന്യായങ്ങൾ സത്യമാണെന്ന് തോന്നിയുകൊണ്ടാണ്. കാരണം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അംബാനിയെ പോലുള്ളവരെ
ചൂഷണങ്ങൾ എന്നെ എതിർക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഏതായാലും ഇന്ന് എറണാകുളത്ത് എത്തിയ വോട്ട് വണ്ടി എറണാകുളം നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിലാണ് ആദ്യം പോയത്. അവിടെ പക്ഷേ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളാണ് അവരിൽ നിന്ന് ഉയർന്നു കേട്ടത്. പ്രത്യേകിച്ചും യുവജനങ്ങളിൽ നിന്ന് കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് രാഷ്ട്രീയത്തോട് വേണ്ടത്ര രീതിയിൽ ഒരു താല്പര്യം ഇല്ല എന്നാണ്. ഏതായാലും യുവജനങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുന്നത് പ്രധാനമായും രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ രാഷ്ട്രീയ സംവിധാനവും പ്രധാനമായും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഷോപ്പിംഗ് മാളിൽ കേട്ട കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. ഇടുക്കിയിൽ നിന്ന് മലയിറങ്ങി വോട്ട് വണ്ടി എത്തിയത് മെട്രോ നഗരമായ കൊച്ചിയിലേക്ക്. ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ലുലു മോളിലേക്ക് പോകാം. ഇത് കൊച്ചിയുടെയും കേരളത്തിന്റെയും മറ്റൊരു മുഖം. കുടിവെള്ളമില്ല, വീടില്ല തുടങ്ങിയ പരാതികളൊന്നും പറയാനില്ലാത്ത ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ച് ചിലത് പറയാനുണ്ട്. അത് കേൾക്കാം. നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം, ആർക്ക് ചെയ്യണമെന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ആവശ്യത്തിനൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കെ വി തോമസ് ഒക്കെ ആണെങ്കിൽ നാടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് റോഡുകളൊക്കെ നന്നാവുക, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ വികസിപ്പിക്കുക. അങ്ങനത്തെ വികസനമൊക്കെയാണ് ഏത് പാർട്ടി കയറി വന്നാലും ചെയ്യേണ്ടത്. വികസനം എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വികസനം ആകരുതെന്നാണ്. സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിവുള്ളവരെ വോട്ട് ചെയ്ത് വിടണം, അങ്ങനെയാണ്. അല്ലാതെ പാർട്ടിയൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. ജനങ്ങളുടെ ആവശ്യങ്ങളോട് അത്ര വലിയൊരു വെറുതെ വാക്കുകളിൽ മാത്രം സംസാരിക്കുന്നതല്ലാണ്ട് രാഷ്ട്രീയക്കാർക്ക് അത്ര വലിയൊരു താല്പര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. നാട്ടിനെ സേവിക്കുന്ന ഒരാളായിരിക്കണം. കൈക്കൂലി അഴിമതിയൊന്നും ഇല്ലാത്ത ജനങ്ങളുടെ കാശ് മേടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഗവൺമെന്റ് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾക്കും ചെറിയ കുട്ടികൾക്കും ഒട്ടും സുരക്ഷിതരല്ല അവർ. നമുക്ക് ഗുണം ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, സ്പെഷ്യലി ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളെയായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. യുവജനങ്ങളാണ് ഒരു നാടിന്റെ കരുത്ത്. വോട്ട് രാഷ്ട്രീയത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതും ചോദിച്ചറിയാം. പൊളിറ്റിക്സിൽ താല്പര്യമുണ്ടോ? അതെന്താ? എനിക്ക് എന്തുപറ്റി? എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്? അതിനെപ്പറ്റി നമ്മൾ കൂടുതലായി ഒന്നും ചെയ്യാറില്ല. ഒന്നും എല്ലാം കലങ്ങി തിരിഞ്ഞേക്കുമല്ലോ, അതുകൊണ്ട് താല്പര്യം കുറവ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നിഷേധവോട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു നിലപാട് അങ്ങനെയാണ്. അവർ ഒത്തിരി അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിട്ട് അവർ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പിനെയും വോട്ട് രാഷ്ട്രീയത്തെയും കാണുന്ന ആളുകളിൽ നിന്നുള്ള അഭിപ്രായമാണ് കേട്ടത്. വോട്ട് വണ്ടി ഇനി മറ്റൊരു സ്ഥലത്തേക്ക്. ജനങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നുമുള്ള കൂടുതൽ പ്രതികരണം അറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വോട്ട് വണ്ടിയിലേക്ക് വീണ്ടും സ്വാഗതം. മുൻ എം എൽ എ നിലവിലുള്ള എം എൽ എ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ ചർച്ചയിൽ ചേരുന്നുണ്ട്. അതിനു മുൻപ് അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ടുപേരുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഫോർട്ടേജ് മേഖലയെ കുറിച്ച് ചോദിക്കാനുള്ളത്. ഇത് അനധികൃതമായിട്ട് ഇവിടെ മീൻ കച്ചവടം ചെയ്യുന്നതും പോസ്റ്റ് കാർഡ് വെക്കുന്നതും പാഴ്സരം വെക്കുന്നതും അല്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികളെ അനധികൃതമായിട്ട് കയറി വന്ന് ഈ കോർപ്പറേഷനും ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണാധികാരികൾ പൊളിച്ചു മാറ്റുന്നു. നമ്മളെ മൂക്കിന്റെ തുമ്പത്തുള്ള 116 ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ അനധികൃതമായിട്ട് കൈകാര്യട്ടുണ്ട്. നമ്മളെപ്പോലെ പാവപ്പെട്ടവരെ കച്ചവടം മുട്ടിച്ചുകൊണ്ടാണോ നിങ്ങൾ വികസനം നടത്തുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ആ 116 ബിൽഡിങ്ങിന്റെ പേരിൽ നടപടി എടുക്കാത്തത്? അതിന് മറുപടി നോക്കുള്ള എം എൽ എ. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഈ ഐക്യജനാധിപത്യ മുന്നണി തന്നെ ജയിക്കണമെന്നുള്ളതാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള വികലാംഗരായിട്ടുള്ളവരെ സഹായിക്കുകയും ജീവാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്ന കെ വി തോമസിന് ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായം ഇതിനകം വന്നു കഴിഞ്ഞു. ചിലർ വികസനത്തിന്റെ പേരിൽ KV തോമസിന് വീണ്ടും വോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെയൊക്കെ പേരിൽ വീണ്ടും KV തോമസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറയുന്നു. ചിലരെങ്കിലും KV തോമസ് ജയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ജനങ്ങളുടെ മുന്നിൽ KV തോമസിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്താണ് പറയുന്നത്? ഇതൊരു ദേശീയ ഇലക്ഷനാണ്. അപ്പോൾ ഒരു ദേശീയ തലത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാവണം. ആ ഗവൺമെൻറ് ഒരു മതേതര സ്വഭാവമുള്ള ഗവൺമെൻറ് ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് പ്രധാനമായും ഞങ്ങൾ ജനങ്ങൾ മുമ്പായി വയ്ക്കുന്നത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ BJP മോഡിയെപ്പോലെ ഒരു നേതാവിനെ പ്രധാനമന്ത്രിയാക്കാൻ ഉള്ള ശ്രമം നടത്തുന്നു. അതിന് വലിയ പ്രചാരണം കൊടുക്കുന്നു. മോഡിയെപ്പോലെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യയുടെ ഐക്യം തകരും എന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം അദ്ദേഹം തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ പരിഗണനയ്ക്കുപരിയായി ഒരു ദേശീയ മതേതര ഗവൺമെൻറ് ഉണ്ടാവണം. അതിനുവേണ്ടി KV തോമസ് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങളോട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കളോടൊപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും പങ്കെടുക്കേണ്ടിയിരുന്നതാണ്. അദ്ദേഹം ബ്ലോക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ഇതുവരെ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വികസനം എന്ന് പറയുമ്പോൾ എറണാകുളത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം, അതായത് ഈ പ്രധാനപ്പെട്ട സ്ഥലത്ത് മാത്രം വികസനം നടക്കുകയും വൈപ്പിൻ പോലുള്ള പ്രദേശങ്ങളിൽ, മറ്റു പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, ഇപ്പോൾ കുടിവെള്ളമോ അല്ലെങ്കിൽ റോഡോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലും വേണ്ടത്ര രീതിയിൽ ഇല്ല എന്ന പരാതിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വികസനമാണെന്ന് പറയാൻ കഴിയുമോ? ഒരു സന്തുലിതാവസ്ഥയിലുള്ള വികസനമാണോ ഇത്? പശ്ചിമ കൊച്ചിയിലേക്ക് വികസനം വരുന്നുണ്ട്. ഉദാഹരണത്തിന് പശ്ചിമ കൊച്ചിയിലെ പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്, ഹെറിറ്റേജുമായി ബന്ധപ്പെട്ടാണ്. ആ വികസനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചെറായി ടൂറിസം എന്ന് പറയുന്ന ആ സ്പോട്ട് കണ്ടുപിടിച്ചത് തന്നെ KV തോമസ് MP ആൻ്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ നമ്മുടെ ഈ കാണുന്ന കരിങ്കലുണ്ടല്ലോ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് തോമസ് മാഷ് MP ആയിരിക്കും തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പദ്ധതി ഫോർട്ട് വൈപ്പ് അക്കരെ നിങ്ങൾ കാണാം, അത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ വികസനത്തിൻ്റെ ടെൻഡർ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഗ്രൗണ്ട്, ഈ ബീച്ച് എല്ലാം. ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞ കച്ചവടക്കാരുടെ കാര്യത്തിൽ, ആ കച്ചവടക്കാരുടെ കാര്യത്തിൽ അവർ പറയുന്നത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഞങ്ങൾ ഒരു കച്ചവടക്കാരെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇതിന് എവിടെയെല്ലാം കച്ചവടം വേണം എന്ന് തീരുമാനിക്കണ്ടേ? ഇപ്പോൾ GCDയും അതുപോലെ ഹെറിറ്റേജ് കമ്മിറ്റിയും കൂടെ 84 കടയാണ് കൊടുത്തിരിക്കുന്നത്. ആ കട തുടങ്ങിയിട്ടവർ. പിന്നെ വഴിയോര കച്ചവടക്കാരുടെ ഒരു പ്രൊട്ടക്ഷനുണ്ട്, ഒരു നിയമം വരുന്നുണ്ട്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. തോന്നുന്ന സ്ഥലത്ത് കടയിടാൻ പറ്റില്ല. മറിച്ച് റവന്യൂ അധികാരികളോ നഗരസഭയോ പറയുന്ന സ്ഥലങ്ങളിൽ അവർ കടയിടാം. അത് ഞങ്ങളുടെ നയം. ഒരിക്കലും ഒരു സാധാരണ കച്ചവടക്കാരനെ പറിച്ചു മാറ്റിക്കൊണ്ടല്ല ഞങ്ങൾ വികസനം ഉദ്ദേശിക്കുന്നത്. മറിച്ച് നാം ഒരു നിയന്ത്രണവുമില്ലാതെ ഇവിടെ പെട്ടിക്കടയും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും വരണ്ടേ ഇങ്ങോട്ട്. അപ്പം ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, അവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഉപജീവനമാർഗവും കൂടെ അംഗീകരിച്ചുകൊണ്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു നഗരമായി നമ്മുടെ ഫോർട്ട് കൊച്ചിയെ മാറ്റിയില്ലെങ്കിൽ നാളെ ഒരു മനുഷ്യർ ഇവിടെ വരാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോഴേക്കും ജോലി നഷ്ടപ്പെടുന്നു, നമ്മുടെ വരുമാനം പോകുന്ന സാധാരണക്കാർക്ക് എതിരായിരിക്കും എന്ന കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും അവർക്ക് എതിരല്ല. ഈ വികസന പദ്ധതികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. മെട്രോ റെയിൽ, അതുപോലെ തന്നെ LNG ടെർമിനൽ, അതുപോലുള്ള വൻ വികസന പദ്ധതികൾ KV തോമസ് MP ആകുന്നതിനോ അല്ലെങ്കിൽ മന്ത്രിയാകുന്നതിനോ മുൻപ് തന്നെ തുടങ്ങിയ പദ്ധതികളോ ഒക്കെയല്ലേ? ഇപ്പോൾ വന്നിട്ടുള്ള വൻകിട നിക്ഷേപ പദ്ധതികൾ എല്ലാം KV തോമസിന്റെ വികസന പദ്ധതിയായി അംഗീകരിക്കാൻ കഴിയുമോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ മെട്രോ പദ്ധതി എപ്പോഴാണ് തുടങ്ങിയത്? മെട്രോ ആരംഭിക്കുന്നത് തോമസ് മാഷ് MP ആയതിനു ശേഷമാണ്. DMRC അതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ വലിയ സംഭാവന ഉണ്ടായിരുന്നു. പിന്നീട് ഈ പ്രോജക്ട്സ് ഒക്കെ പല കാലഘട്ടത്തിലും വന്നെങ്കിലും അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടി ഇപ്പോഴല്ലേ. ഇപ്പോൾ ഉദാഹരണം LNG തടസ്സം മാറ്റി എപ്പോഴാണ് കമ്മീഷൻ ചെയ്തത്? കഴിഞ്ഞ ഈ വർഷമാണ്. അതുപോലെ നമ്മുടെ കബോട്ടാഷ് നിയമം, നമ്മുടെ വല്ലാർപാടത്തിൻ്റെ ഈ കബോട്ടാഷ് നിയമമാണ് ആ വല്ലാർപാടൻ ടെർമിനൽ കപ്പൽ വരുന്നതിന് കുറെ തടസ്സം ഉണ്ടായിരുന്നത്. അത് മാറ്റിയെടുത്ത് ശ്രീ KV തോമസ് വന്നതിന് ശേഷമാണ്. നമ്മുടെ ഫിഷറീസ് ഹാർബർ 13 കോടി രൂപ മുടക്കി അദ്ദേഹം വന്നതിന് ശേഷമാണ് അത് നവീകരിച്ചത്. അപ്പോൾ ഓരോ പദ്ധതികളും പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് മെട്രോ നീട്ടുന്നതിന് സർവേ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വിശ്വാസം എറണാകുളത്തെ മെട്രോയുടെ വർക്ക് കഴിഞ്ഞാൽ അടുത്ത വടി മെട്രോ വരാൻ പോകുന്ന ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെയാണ്, സംശയക്കാര്യത്തിൽ വേണ്ട. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ മോദി സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പ്രചരണം നടക്കുന്നു, അതിനെതിരെ കോൺഗ്രസ് ജയിക്കണം എന്ന് പറയുന്നു, തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു, ഒരു മതേതര സർക്കാർ ഉണ്ടാകണമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇവിടെ ഒരു UDF തരംഗമാണ്, സർക്കാരിന്റെ ഭരണത്തോടുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു വിധിയെഴുത്തായിരിക്കുമെന്ന് പറയുന്നു. കേന്ദ്രതലത്തിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ UPA സർക്കാരിനെതിരെയുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണോ ഇവിടെ സംസ്ഥാന സർക്കാരിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയം കൂടുതലായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്? ഞങ്ങൾ കുറെ കാര്യം ചെയ്ത ഗവൺമെന്റല്ലേ, ജനങ്ങൾ പറയട്ടെ. ഏതായാലും വ്യാഴാഴ്ച ജനങ്ങൾ വിധി എഴുതാൻ പോകല്ലേ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒത്തിരിയേറെ കാര്യം ചെയ്ത ഗവൺമെന്റാണ്.
പ്രത്യേകിച്ച് കരുതൽ എന്ന വാക്കിന് വേണ്ടി ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലോട്ടറി ഫണ്ട് ഉണ്ടായിരുന്നല്ലോ, 230 കോടി രൂപയാണ് സാധാരണക്കാർക്ക് കൊണ്ട് മരുന്ന് കൊടുത്തത്. വേറെ ഏത് ഗവൺമെന്റ് കഴിഞ്ഞു? ഞങ്ങൾ നോക്കുന്നത് സാധാരണക്കാരന്റെ ഉന്നമനമാണ്. പിന്നെ എതിർക്കുന്നവർക്ക് എതിർക്കാം. അഴിമതി പറയാം. അഴിമതിയുടെ കാര്യത്തിൽ എന്താ സ്ഥിതി? അഴിമതി നടത്തിയ രാജ എന്ന് പറഞ്ഞ മന്ത്രി 9 മാസം അകത്ത് കിടന്നു. അതുപോലെ DMK നേതാവായ കരുണാനിധിയുടെ മകള് അവരും അകത്ത് കിടന്നു. കോൺഗ്രസിന്റെ അകത്തുനിന്ന് കുഴപ്പമുണ്ടാക്കി ഞങ്ങൾ പുറത്താക്കി, അവർക്കത് കേസെടുത്തു. അഴിമതിയുമായി ഒരു കോംപ്രമൈസും ഗവൺമെന്റ് ചെയ്തിട്ടില്ല. ഇന്നും കുറച്ചു മുമ്പ് മൻമോഹൻ സിംഗ് പറഞ്ഞതേ ഉള്ളൂ, അഴിമതി ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അതാണ് ലോക്പാലിൽ ഞങ്ങൾ പാസ്സാക്കിയത്. അപ്പോൾ ഒരു ഭാഗത്തെ നിയമ നടപടികൾ, മറുഭാഗത്തെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്കെതിരായി നടപടി അങ്ങനെ എടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഈ കരുതൽ ഈ സർക്കാരിന്റെ ഒരു മുദ്രാവാക്യം ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ സർക്കാരിന്റെ പല തൊഴിലാളികളുടെയും, മത്സ്യത്തൊഴിലാളികളുടെ ആയാലും കയർ തൊഴിലാളികളുടെ ആയാലും കൈത്തറി തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള പെൻഷനുകൾ മാസങ്ങളായി കുടിശ്ശികയാണ്. അങ്ങനെയുള്ള വരുത്തുന്ന ഒരു സർക്കാരിന് കരുതൽ ഒരു മുദ്രാവാക്യമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞങ്ങൾ ഡിസംബർ വരെയുള്ള പെൻഷൻ കൊടുത്തു കഴിഞ്ഞു. ഡിസംബർ വരെ. ഇതിനു മുമ്പും പല കാലഘട്ടത്തിൽ 6, 7, 8 മാസം പെൻഷൻ കുടിച്ചുകൊണ്ടായിട്ട് ഇപ്പോഴ് ഈ ഡിസംബർ വരെ കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായും ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ പുതിയ വർഷം ആരംഭിച്ചു. ഏപ്രിൽ മാസത്തിൽ പുതിയ പെൻഷൻ കൊടുക്കുക, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഓക്കെ, ചോദിച്ചോളൂ. ഈ വല്ലാർപാടം DP വേൾഡ് വന്നതോടുകൂടി കൊച്ചി തുറമുഖത്ത് ആയിരക്കണക്കിന് ആളുകളുടെ പണി നഷ്ടപ്പെട്ടു. അപ്പൊ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? കുറച്ചു പേർക്ക് പണി പോയിട്ടുണ്ട്. അവർക്ക് പകരം പണി കൊടുക്കാൻ വേണ്ടി പഴയ കൊച്ചി തുറമുഖത്ത് റിവൈവ് ചെയ്യാൻ വേണ്ടി സ്കീം വരുവാണ്. ഇപ്പോൾ അരി വന്നു തുടങ്ങിയത് തന്നെ അവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ കരിയും അതുപോലെ ഓയിലും. ഇപ്പൊ പഴയ കൊച്ചി തുറമുഖത്തെ അതുപോലെ തന്നെ ടൂറിസത്തിന്റെ ക്രൂയിസ് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ തൊഴിൽ നഷ്ടപ്പെട്ടെങ്കിൽ പുതിയ തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ടുണ്ട്, സമ്മതിക്കുന്നു. അല്ല, ഇപ്പൊ നിലവിലുള്ള തൊഴിലാളികൾ ഇപ്പോഴും മുഴുപട്ടിണിയില ഉള്ള അവസ്ഥയിലാണ്. അപ്പൊ അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഗവൺമെന്റിന് എടുക്കാൻ പറ്റും? ദേശീയ തലത്തിലുള്ള കാര്യം താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ. ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ് കൊച്ചി തുറമുഖം. കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്ന ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത്, ഇപ്പൊ നിലവിൽ ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതിന് എന്ത് അടിയന്തരമായ നടപടി എടുക്കാൻ കഴിയും? അത് ഏത് മേഖലയിലാണ് നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗൂഡ്ഷെഡില് 100-100 ജില്ലാ തൊഴിലാളികളുടെ പണി നഷ്ടപ്പെട്ടു. അതായത് കപ്പൽ വഴി അരി വന്നതിൻ്റെ വല്ല സംഗതി സുരക്ഷിതമായിട്ടാണ് വന്നത്. പക്ഷേ ഇനി തൊഴിൽ നഷ്ടപ്പെട്ടേക്കാണ്. അപ്പൊ അവർക്കൊരു മാർഗം കാണണ്ടേ? തീർച്ചയായിട്ടും പരിഹരിക്കും. അത് മാർഗം ഉണ്ടാക്കണം. ഈ ഓരോ കാര്യം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അവിടെ നഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നടപടി ഗവൺമെന്റ് സ്വീകരിക്കാൻ തയ്യാറാണ്. ഏതായാലും വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, ഈ അരി കൊണ്ടുവരുന്നത് പുതിയ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് വരുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെട്ട എന്തുകൊണ്ട് വന്നു എന്ന് അത് അന്വേഷിച്ച് കണ്ടെത്തി പരിഹാരം ഉണ്ടാക്കും. ഈ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ, ചെറുപ്പക്കാർക്ക് തൊഴിലവസരം നൽകുമെന്ന്. ഈ LNG ടെർമിനൽ വന്നതിന് ശേഷം, ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നതിന് ശേഷം ഈ അവിടെ ഉള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? അല്ല, എന്താണ് ചോദിച്ചത്? അദ്ദേഹം LNG ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതെന്തുണ്ടാക്കിയെന്നാണ്. ഓരോ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഓരോ പ്രസ്ഥാനങ്ങൾ വരുമ്പോഴേക്കും അവിടെ വരാവുന്ന തൊഴിലുണ്ട്. ഇപ്പോൾ LNGയിൽ സ്കിൽഡ് ലേബറിന് നല്ല സാധ്യത ഉണ്ട്. പക്ഷെ അവരുടെ ഫിസിക്കൽ ലേബർ അവിടെ കുറവ് മതി. അപ്പം വരുന്ന വ്യവസായങ്ങളിൽ ഏതെല്ലാം തരത്തിൽ തൊഴിലുണ്ടാവും എന്നതിനെക്കുറിച്ച് ഇരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഗവൺമെന്റ് മറ്റു പല മേഖലയിലും തൊഴിൽ കൊടുക്കാൻ ഇപ്പൊ ഈ അരി കൊണ്ടുവന്ന് തന്നെ ഫിസിക്കലായി തൊഴിൽ കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ LNG അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. LNG കുറെ കൂടെ മെക്കനൈസ്ഡും സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതാണ് എന്റെ കാര്യം. സാറേ, എന്താണ് ഈ വികസനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ ഫോർട്ടുജിക്കാരാണ് സാറ്. അവിടെ വികസിപ്പിച്ച് LNG ഉണ്ടാക്കി മറ്റേത് മെട്രോ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എത്രയോ പാവപ്പെട്ട തൊഴിലാളികൾ അവിടെ കുടിയൊഴിപ്പിക്കുന്നു, ഇവിടെ കുടിയൊഴിപ്പിക്കുന്നു. ഇതൊന്നും കാര്യമില്ല സാറേ. സാറ് ഇനി കാണുന്ന അടുത്ത വർഷം 5 വർഷം കഴിയുമ്പോഴേക്ക് സാറിനെ കാണുന്നത്. എന്നിവിടെ വേഷം കയ്യിരുന്നാൽ ഞാൻ എന്നിവിടെ ഉള്ള ആളാ. അത് കയ്യിരിക്കട്ടെ വേഷം കിട്ട്. അതൊന്നും വേണ്ട, എന്നോട് വേണ്ടത് അതൊന്നും വേണ്ട. അത് കയ്യിരുന്ന് വെച്ചാൽ മതി. ഞാൻ ഇവിടെ എല്ലാ ദിവസവും വരുന്ന ആളാണ്. എല്ലാ ദിവസവും വോട്ട്. പിന്നെ ഈ വൃത്തികേട് കാണിക്കാൻ സമ്മതിക്കില്ല. ഈ ഫോർട്ട് കൊച്ചി ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ മനുഷ്യന് വരണം. അതിന് പകരം മറ്റേർപ്പടി അംഗീകരിക്കാൻ സാധ്യമല്ല. ഇവിടെ നിയന്ത്രണം വേണം. കയ്യിരുന്നാൽ മതി. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇവിടെ ഈ എറണാകുളം മണ്ഡലത്തിൽ എറണാകുളം മണ്ഡലത്തിൽ എന്താ കാണിക്കുന്നത്?
അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാനോട്ട് അങ്ങോട്ട് വരാം. ഇപ്പൊ ഞാൻ വരാം അങ്ങോട്ട്, ഞാൻ വരാം അങ്ങോട്ട്. അല്ല, അങ്ങനെയൊക്കെ പറയാൻ വന്നിട്ട് ശ്രീ ഡൊമിനിക് ഞാൻ എല്ലാ ദിവസവും വരുന്ന ആളെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടുത്തെ യഥാർത്ഥ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്തിന്റെ പേരിലാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് ദേശീയ ഇലക്ഷനാണ്. ദേശീയ ഒരു ഗവൺമെന്റ് ഉണ്ടാവണം, ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാവണം. ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യയുടെ മത സൗഹാർദ്ദവും സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ചയില്ലാത്ത ഗവൺമെന്റ് ഉണ്ടാവണം. അതിന് UP ഒക്കെ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഞങ്ങൾ പ്രധാനമായി വോട്ട് ചോദിക്കുന്ന കാര്യം, അതിനുവേണ്ടിയാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഏതായാലും നിർഭാഗ്യവശാൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ട്രാഫിക് കുരുക്കിൽപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇവിടെ ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഒരു ചർച്ച തന്നെയാണ് നടന്നത്. ജനങ്ങളുടെ പ്രതികരണമുണ്ടായി. വികസനത്തിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ കാഴ്ചപ്പാടോടെയാണ് കോൺഗ്രസ് ഇവിടെ വോട്ട് ചോദിക്കുന്നത് എന്നാണ് ഡൊമിനിക് പ്രസന്റേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ട് വണ്ടി നാളെ ഇനി തൃശ്ശൂരിൽ.